ശ്രീ ശിവശങ്കർ, നമുക്കറിയാം വന്ദേ മാതരവുമായി ബന്ധപ്പെട്ട് വലിയൊരു കോൺട്രവേഴ്സി നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് AICC ആസ്ഥാനത്ത് എങ്ങനെയാണ് വന്ദേമാതര ഗാനത്തെ സോണിയ ഉൾപ്പെടെയുള്ള കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ നേതാക്കൾ അധിക്ഷേപിച്ചത് എന്നത് നമ്മൾ കണ്ടതാണ്. അതിനുശേഷം നോക്കൂ, പി ചിദംബരത്തെ പോലുള്ളവർ പരസ്യമായി പറയുന്നു ഞാൻ ദിമാഗി നക്സലാണ് എന്ന് പരസ്യമായി പറയുകയാണ്. അപ്പോൾ കോൺഗ്രസിൻ്റെ ദേശസ്നേഹം ഏത് വഴിയിലൂടെയാണ് പോകുന്നത് ശ്രീ ശിവശങ്കർ? നോക്കൂ, ഇത് രണ്ട് രീതിയിൽ കാണാം. ഒന്ന്, കോൺഗ്രസ് എതിർത്താൽ പോലും കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ പ്രസിഡൻറ്റും അഖിലേന്ത്യാ പ്രസിഡൻറ്റിനെ നിയന്ത്രിക്കുന്ന മറ്റു പല ബാഹ്യശക്തികളും അല്ലെങ്കിൽ സോണിയാഗാന്ധി അടക്കമുള്ള ആളുകളും കോൺഗ്രസ്സിൽ എത്രത്തോളം നിയന്ത്രണം ചെയ്താൽ പോലും ഈ രാജ്യത്ത് അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ AICC ഓഫീസിൽ എന്തു പാടണമെന്ന് ജനങ്ങൾ നിശ്ചയിക്കും, അല്ലെങ്കിൽ ഈ ജനങ്ങളുടെ ഈ ഭാരതത്തിൻ്റെ ചിതി നിശ്ചയിക്കും, അല്ലെങ്കിൽ ദൈവം നിശ്ചയിക്കും എന്ന് പറയുന്നത് പോലെ അവിടെ വന്ദേമാതരം പാടുന്നു. അതിൽ വലിയ അമർഷം ഗാന്ധി കുടുംബവും ഖാർഗെയും ഇപ്പോഴത്തെ അഖിലേന്ത്യാ പ്രസിഡൻറ്റും ചെയ്യുന്നു എന്നതൊക്കെ നമ്മൾ TV-യിൽ കണ്ടതാണ്. എനിക്ക് അത്ഭുതമായി തോന്നിയത് അതിന് ജയറാം രമേശ് നൽകിയ ഒരു വിശദീകരണമാണ്. അത് സത്യത്തിൽ സോണിയാഗാന്ധിയെയും കോൺഗ്രസിനെയും കളിയാക്കുന്നത് പോലെയോ അല്ലെങ്കിൽ രാജു പി നായർ മാപ്പ് പറഞ്ഞതിനേക്കാൾ കടന്നു കൈയായിപ്പോയി. അതായത് ഖാർഗെക്ക് ഇരിക്കുവാൻ ഒരു കസേര ചോദിച്ചിട്ട് അഖിലേന്ത്യാ പ്രസിഡൻറ്റിന് ഇരിക്കുവാൻ ഒരു കസേര അഖിലേന്ത്യാ പ്രസിഡൻറ്റിനേക്കാൾ ശക്തിയുള്ള ഒരു നേതാവ് ചോദിച്ചിട്ട് ഇത്രയും നേരമായിട്ട് ഒരു കസേര പോലും അവിടുത്തെ ഈ ആയിരക്കണക്കിന് പ്രവർത്തകർ കൊണ്ടേ കൊടുത്തില്ല എന്ന് പറയുമ്പോൾ സോണിയാഗാന്ധിയെയും ഖാർഗെയെയും AICC-യിലെ അവിടുത്തെ ജോലിക്കാർക്കോ അടുത്ത അനുയായികൾക്ക് പോലും താല്പര്യമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് വളരെ ഘട്ടമായി പോയി. ഒരു പാർട്ടി നേതാവിനും അങ്ങനത്തെ ഒരു ദുർഗതി ഉണ്ടാവല്ലേ എന്നുകൂടി ആദ്യമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. രണ്ട്, ഇവർ ആശയപരമായി ഇപ്പോൾ ദിമാഗി നക്സൽസ് മാത്രമല്ല, ഇവർ ബ്രിട്ടീഷുകാരുടെ ആശ്രിതരാണ്. ഇതൊരു ബ്രിട്ടീഷ് കോൺഗ്രസ് ആണ്, ഒരു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അല്ല. ഇത് ബ്രിട്ടീഷുകാരുടെ അടിമകളായ, മാനസികമായി ഇപ്പോഴും ബ്രിട്ടീഷുകാർക്ക് അല്ലെങ്കിൽ ചൈനയ്ക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും വിദേശ രാജ്യങ്ങളിൽ ഇന്ത്യയെ തകർക്കുവാൻ ശ്രമിക്കുന്ന ഏതെങ്കിലും പണക്കാരൻ്റെ വലിയ പണക്കാരുടെയൊക്കെ ദാസന്മാരായോ സ്ലീപ്പിംഗ് സെല്ലായിട്ടാണ് ഇന്ന് കോൺഗ്രസ് ശ്രമിക്കുന്നത്. ഈ സ്വാതന്ത്ര്യ സമര കാലഘട്ടങ്ങളിൽ എങ്ങനെയാണോ ബ്രിട്ടീഷ് പട്ടാളം അല്ലെങ്കിൽ അവിടുത്തെ രാജകുടുംബം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനികളെ അടിച്ചമർത്തിയത്, അതേ മനോഭാവത്തോടെയാണ് ഇന്ന് ഇന്ത്യയിലെ കോൺഗ്രസ്, അല്ലെങ്കിൽ കോൺഗ്രസ് എന്നോ അതിനെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നോ വിളിക്കാമെങ്കിൽ അവരിന്ന് ഈ പറയുന്ന ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഏറ്റവും മഹത്തായ ഒരു സ്വാതന്ത്ര്യ സമര ഗീതം, അല്ലെങ്കിൽ കോടാനുകോടി ഇന്ത്യക്കാർക്ക് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് സ്വന്തം ജീവൻ അർപ്പിക്കുവാനും അനേകായിരം പേർക്ക് ജീവൻ അർപ്പിക്കുവാനും കോടിക്കണക്കിന് ആളുകൾക്ക് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ തീച്ചൂളയിലേക്ക് ചാടി ഇറങ്ങി സമരം ചെയ്യുവാനും വലിയ പിന്തുണ നൽകിയ ആ ഗാനത്തെ ഇങ്ങനെ അപമാനിക്കുവാൻ എങ്ങനെയാണ് ഒരു കോൺഗ്രസ് പാർട്ടിക്ക് കഴിയുക, ഒരു സാധാരണ ഇന്ത്യക്കാരന് കഴിയുക? ഒരു ഇന്ത്യൻ മനസ്സുള്ള, സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് ഒരല്പമെങ്കിലും ബോധമുള്ള, ആ കാലഘട്ടത്തിൽ എങ്ങനെയാണ് സമരങ്ങൾ നടന്നത് എന്ന് ചരിത്രബോധത്തിൻ്റെ 7 അയലക്കത്തുമുള്ള ഒരു കോൺഗ്രസ് നേതാവിനും ഇത്തരം വന്ദേമാതരം ഈ പറയുന്ന ഗീതത്തെ എതിർക്കുവാനോ പറയുവാനോ സാധ്യമല്ല. നോക്കൂ, ഇവിടെ മറ്റൊരു കാര്യം കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഉണ്ട്. ഇത്തരം ഗാനങ്ങൾ അല്ലെങ്കിൽ ദേശഭക്തി ഗാനങ്ങൾ ആലപിക്കുമ്പോൾ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത്, അല്ലെങ്കിൽ അതിനെതിരെ എന്തിനാണ് ഈ കോൺഗ്രസ് ഇത്ര അതിശക്തമായി എതിർക്കുന്നത്? അങ്ങനെയാണ് അതിലെ 1-2 വരികളിലുണ്ട് എന്ന് ഇവർ പറയുന്ന വലിയ ഹൈന്ദവ ദേവിമാരെക്കുറിച്ചിട്ടുള്ള ദുർഗാസ്തുതി ഉണ്ട് എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഗംഗാ മാതാവ് അല്ലെങ്കിൽ യമുനയുമെല്ലാം ഭാരതീയർ മാതാവ് തുല്യവും അതുപോലെ തന്നെ ശിവൻ്റെ ജടയിൽ നിന്നും വരുന്നതാണല്ലോ. അപ്പോൾ ഗംഗയും യമുനയും പറയുന്ന മറ്റ് ഗീതങ്ങളിൽ ഇന്ന് ഇവർ നിരന്തരം ചൊല്ലുന്ന ഗീതങ്ങളെയും നാളെ ഇവർ എതിർക്കുമോ? എന്തിന്? മഹാത്മാഗാന്ധി തന്നെ മുന്നോട്ട് വെച്ചത് ചരിത്രപരമായി നമ്മൾ സ്വാതന്ത്ര്യത്തിന് ഏറ്റവും കൂടുതൽ ശക്തി നൽകിയെന്ന് അദ്ദേഹം തന്നെ പലകുറി സമ്മതിച്ചിട്ടുള്ള രാമരാജ്യം എന്നുള്ള സങ്കല്പം അദ്ദേഹം 1930 മുതൽ നിരന്തരമായി എഴുതിയതും പ്രസംഗിച്ചതുമെല്ലാം രാമരാജ്യ സങ്കല്പത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഈ പറയുന്ന ഇന്ത്യയിലെ ഭൂരിപക്ഷം ജനങ്ങളെ, കോടാനുകോടി ജനങ്ങളെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ആ പ്രധാന പാതയിലേക്ക് എത്തിച്ചത്. അതിനു മുമ്പ് തന്നെ നമുക്കറിയാം മഹാരാഷ്ട്രയിലെല്ലാം ഗണേശോത്സവങ്ങളായിരുന്നു ഇത്തരം സ്വാതന്ത്ര്യ സമരത്തിലേക്കുള്ള വഴിത്താരകളായി ജനങ്ങളെ എത്തിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ സമരങ്ങളെയും ഈ സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്തവരെയും അവർ മുന്നോട്ട് വെച്ച ആശയങ്ങളെയും എല്ലാം
ഇന്ന് ഈ ബ്രിട്ടീഷ് കോൺഗ്രസിൻ്റെ ഇന്നത്തെ നേതാക്കൾ തള്ളിപ്പറയുന്നു, അതിനെ തകർക്കുവാൻ ശ്രമിക്കുന്നു. സ്വാതന്ത്ര്യ ബോധത്തെയും ഇന്ത്യൻ ദേശീയതയും തകർക്കുവാൻ ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇവർ ഇത്തരത്തിലുള്ള ഈ ആശയങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. ഇന്ത്യയെ തകർക്കുക എന്നുള്ളത് കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം 16 രാജ്യമായി മാറുന്നതിൽ അവർക്ക് സന്തോഷമേ ഉള്ളൂ. പണ്ട് മുസ്ലിം ലീഗുമായിട്ട് ചേർന്നുകൊണ്ട് അവർ പാകിസ്ഥാനെ തകർക്കുവാൻ നോക്കി. ഇന്ന് അതുപോലെ തന്നെ ഈ ഇന്ത്യൻ ഐഡൻറ്റിറ്റി തകർന്നാൽ, ഈ ഭാരതത്തിൻ്റെ ഒരു ചിതി അല്ലെങ്കിൽ ഈ രാഷ്ട്രം എന്നുള്ള സ്വപ്നം തകർന്നാൽ, മറ്റ് ഒരു ചെറിയ ചെറിയ രാഷ്ട്രങ്ങളായി മാറിയാൽ അവിടെ തങ്ങളുടെ രാജ്യം സ്ഥാപിക്കാൻ പറ്റുമോ എന്നുള്ള ചിന്തയിലാണ്. അതുകൊണ്ട് ഇരുമുന്നണിയല്ല, സത്യത്തിൽ ഒന്നാണ്, ഇന്ത്യ സഖ്യമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായാലും കോൺഗ്രസ്സുകാരും അവരുടെ കൂടെയുള്ള ചെറിയ ഇത്തരം രാഷ്ട്ര താല്പര്യങ്ങളില്ലാത്ത പാർട്ടികളും കൂടി ശ്രമിക്കുന്നത് ഇന്ത്യയെ തകർക്കാനാണ്. സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിലെ ഒരു ഐക്യബോധം തകർക്കുക, അതിൻ്റെ ലാഞ്ചനയെങ്കിലും എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ കൂടി നശിപ്പിക്കുക, ജനങ്ങളെ വഴിതെറ്റിക്കുക, യുവാക്കളെ കലാപകാരികളാക്കുക, ഭാരതമാതാവിൻ്റെ ഒരു സ്പന്ദനം പോലും അല്ലെങ്കിൽ ഒരു ഓർമ്മ പോലും ഇല്ലാതാക്കുക എന്നുള്ള ഒരു പ്രക്രിയയിലാണ് ഇവർ. അത് ചരിത്രപരമായി അവർ പരാജയപ്പെട്ടിരിക്കുന്നു. മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം അതിശക്തമായ ജനങ്ങളുടെ പിന്തുണ ഇന്ന് വന്ദേ ഭാരതം എന്നുള്ള ഈ വന്ദേ മാതരം എന്നുള്ള ഗാനത്തിനും അത് ചൊല്ലുന്നവർക്കും അതിനെ പിന്തുണയ്ക്കുന്നവർക്കും കിട്ടുന്നു എന്നുള്ളതാണ് ഏറ്റവും മഹത്തായ കാര്യം. അതിൽ അവർ പൂർണ്ണമായി പരാജയപ്പെടുക തന്നെ ചെയ്യും.